എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? VFX ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സെറ്റാണ്. ഫസ്റ്റിന്റെ ഒരു എസൻസ് ഒക്കെ ഉണ്ട് പടത്തിന്. ഈവിൾ ഡെഡിന്റെ ഒക്കെ ഡയറക്ടർ അല്ലേ? അപ്പോൾ ആ ഒരു ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? പേടിയൊക്കെ ഡോൺ ട്രീറ്റ് ജംസ് കേസ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി മൂവിയാണ്, നല്ല ത്രില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഏലിയൻ ഫ്രാഞ്ചൈസ് മൊത്തം കാണുന്നതായിരുന്നു. പ്രൊമീത്തിയസ്, ഏലിയൻ കവനന്റ്, അതിനെയൊക്കെ വെച്ച് ഒരുപടി മുന്നിലാണ്. അഡ്വഞ്ചേഴ്സും ഉണ്ട്. ഉണ്ട്. VFX അതൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആക്ഷനും അടിപൊളിയാണ്. സ്റ്റോറി ടെല്ലിംഗ് രീതിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി അല്പം മുമ്പത്തേനേക്കാളും ഫ്രാഞ്ചൈസിനേക്കാളും കുറച്ചുകൂടെ നന്നാക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. സ്റ്റോറി ആക്കാമായിരുന്നു. ആക്ഷനും മറ്റേ ഹൊറർ എഫക്റ്റ് ഒക്കെ അടിപൊളിയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്കേറി മൊമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സ്കേറി മൊമെന്റ്സും രണ്ട് വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാലുണ്ടായിരുന്നു. ബാക്കി അടിപൊളി പടമാണ്. ലോകത്തിൻ്റെ ആകുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ കണ്ട് അങ്ങനെ ഒരു ഉഷാറില്ലല്ലോ പടം കണ്ടിട്ട്. കുറച്ച് തിരക്കുണ്ട് പോയിട്ട്. എല്ലാം ഇംഗ്ലീഷ് പടം കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? മൂവി അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ആക്ഷൻ സീക്വൻസ് കുറച്ച് കുറവായിരുന്നു. ഒരു ഹൊറർ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹൊറർ അഡ്വഞ്ചർ രീതിയിലാണ്. ആക്ഷൻ കുറച്ച് കുറവായിരുന്നു ഇപ്രാവശ്യം. പിന്നെ ഏലിയനായിട്ടുള്ള ഇത് കുറച്ച് കുറവായിരുന്നു. സീക്വൻസ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു വിമൻ സെൻറ്റേഡ് മൂവി ടൈപ്പായിരുന്നു. ഒരു ഹീറോ എന്ന മോഡലിൽ നിന്ന് മാറി അപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. ബാക്കി പഴയ ഏലിയനിൽ നിന്നുള്ള ഒരു രീതിയിലാണ് പുതിയതിലേക്ക് ഏലിയൻ 1 കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇനി അടുത്തൊരു മൂവി കാണുമെന്നാണ് പ്രതീക്ഷ. അടുത്തൊരു ഫ്രാഞ്ചൈസി ഉണ്ടാവും. ഇതിനകത്ത് ഒരു എവല്യൂഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇവർ ഇതിൻ്റെ ഏലിയൻ്റെ DNA എടുത്തിട്ട് അത് റിസർച്ച് ചെയ്യുന്നുണ്ട്. അത് മനുഷ്യരിലേക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി റാറ്റിലൊക്കെ അത് പരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അത് മനുഷ്യർ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് മനുഷ്യൻ അതുമായിട്ട് യോജിക്കുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇനി അടുത്തതിൻ്റെ അകത്ത് ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ സീക്വൻസ് ആണെങ്കിൽ ഇതിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് ഏലിയൻ രീതിയിലേക്ക് മാറുന്നുണ്ട് ഒരു മനുഷ്യനെ. ഒരു ഗർഭിണിയെ കുത്തിവെച്ചിട്ട് കൊച്ച് ഏലിയൻ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത് എന്താവും എന്നുള്ളതിന് അടുത്ത പാർട്ടിലേ മനസ്സിലാകത്തുള്ളൂ. സ്കേറി മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. VFX കാര്യങ്ങളൊക്കെ ഗുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ബെറ്റർ ആയിരുന്നു. പിന്നെ ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു കുറവ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. മേക്കിംഗ് ഒക്കെ ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ തുടക്കം തൊട്ട് ഏകദേശം ഏലിയൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തൊട്ടാണ് ഏലിയനായിട്ടുള്ള സീക്വൻസ് കൂടുതലും വരുന്നത്. പിന്നെ സ്കേറി മൂമെൻറ്റ്സ് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. 2-3 ഷോ. പിന്നെ ബാക്കി ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. ഫ്രെയിംസും നൈസോടായിരുന്നു. ആക്ഷൻ പ്രൊമോട്ടീസിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്ററായിരുന്നു. ഫുൾ കണ്ടത് ഉള്ളത് വെച്ച് ഇത് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അടുത്തൊരു പോർഷൻ ഉണ്ടാവും തോന്നുന്നു. ബാക്കി ഉണ്ടാവും. എൻഡിങ് കണ്ടിന്യൂഷൻ ഉണ്ടാവും തോന്നിയൊന്നുമില്ല. പക്ഷെ എന്തായാലും ഉണ്ടാവും. അത് ഉണ്ടാവുന്നതാണ്.